ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സംസ്കാരത്തിനെ കുറിച്ചും മറ്റുമൊക്കെ പറയുന്നു. 3 ലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ മനുഷ്യരുണ്ടായി, ഹോമോസാപ്പിയൻസ്. ഈ കഴിഞ്ഞ 5000 വർഷം അല്ലെങ്കിൽ 10000 വർഷത്തിലാണ് നമ്മളൊക്കെ കുറച്ചും കൂടി സംസ്കാരത്തിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് അറിയാനൊരാഗ്രഹം, നമ്മൾ ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും? ഒരു 5000 വർഷം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? 10000 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 3 ലക്ഷം വർഷം കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ, നമ്മളൊക്കെ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? കുറേ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ നമ്മൾ കുറേയൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിനുമപ്പുറം ഒരു 3 ലക്ഷം വർഷം കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയും നമ്മളും ഒക്കെ എങ്ങനെയായിരിക്കും? ജീവജാലങ്ങൾ ആരൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും? അതിനെക്കുറിച്ചൊരു ഒരു വിഷൻ മൈത്രേയൻ്റെ അഭിപ്രായത്തിൽ പറയാമെങ്കിൽ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് കണിയാന്മാരുടെ പണിയാണ്. ജ്യോത്സ്യന്മാർ, കണിയാന്മാർ ഒക്കെ ചെയ്യേണ്ട പണിയാണ്. അവർക്കാണ് അങ്ങനെ പ്രവചിക്കാൻ പറ്റൂ. പിന്നെ ഈ സയൻസ് ഫിക്ഷൻ എഴുതുന്ന ശാസ്ത്രജ്ഞന്മാർ, അജ്ഞന്മാരൊക്കെ മാത്രമേ പിന്നെ എഴുതാനൊക്കെ. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം അനന്ത സാധ്യതകളുള്ള ഒരു പ്രപഞ്ചമാണ്. അത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനന്ത സാധ്യതയുള്ളതാണ് പ്രപഞ്ചം. അത് വെറുതെ അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാം. 1, 2, 3, 4, 5 എന്ന് എണ്ണിയാൽ അത് ഇൻഫിനിറ്റ് ആവും, അനന്തതയിലെത്തും. 1, 2 നടുവിലെടുത്ത് നമ്മൾ താഴോട്ട് പരിശോധിക്കും, അതും അനന്തമായി. 1 ഇട്ട് 0.1 ഇട്ട് അതിൻ്റെ നടുവിൽ പരിശോധിച്ചാലും അത് അനന്തമാവും. അനന്ത സാധ്യതയുള്ള പ്രപഞ്ചം. അപ്പം നമ്മൾ നേരത്തെ വെളിച്ചത്തിനെ പറ്റിയൊക്കെ ഞാൻ പറയുന്ന സമയത്ത്, നമ്മുടെ കണ്ണ് വെച്ചിട്ട് നമ്മൾ അളന്ന് മനസ്സിലാക്കുന്ന വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഈ ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്ന ലോകത്തിനെ പറ്റി പഠിപ്പിക്കും. അതിനെ മുഴുവനും കൂടി ഇന്ന് എടുത്ത് അവർ പറയുന്നത്, പ്രപഞ്ചത്തിനകത്തെ 4% ഉള്ളു ഈ കാണുന്ന നക്ഷത്രങ്ങൾ, അനന്ത നക്ഷത്രങ്ങളൊക്കെ, അനന്ത ഗാലക്സികൾ എന്നൊക്കെ നമ്മൾ പറയുന്നതെല്ലാം കൂടെ 4% ഉള്ളു. ബാക്കി 96% പറ്റി ഒരു വിവരമില്ല. അപ്പോൾ നല്ല വിവരത്തോടെ പറയേണ്ടി വരത്തില്ലേ ഞാൻ ഈ ഭാവിയൊക്കെ? എല്ലാ പ്രവചനവും ഈ മുറിക്ക് പുറത്ത് ആ റോഡ് വരെ പ്രവചിക്കാൻ പറ്റും. അങ്ങോട്ട് അതുവഴിയേ നിങ്ങൾ പോകത്തുള്ളെന്ന് പറയാൻ പറ്റും. അവിടെ ഇറങ്ങുമ്പോൾ വണ്ടി ഇടിച്ച് ചാകുന്നത് പറയാൻ ഇച്ചിരി പാടാം. ചായ കുടിക്കാൻ പോകുമെന്ന് പറയുന്നത് ഇച്ചിരി പാടാം. ഏത് കൂട്ടുകാരൻ്റെ കൂടെയാണ് നിങ്ങൾ ചായ കുടിക്കാൻ പോകുന്നത്? അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സാധ്യതകളുടെ മറ്റത് ഭയങ്കരമായിട്ട്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നേരം പ്രവചിക്കുന്നവർ പറയുന്നത് കേട്ട് നമ്മൾ വായും പൊളിച്ചിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ജ്യോത്സ്യനെ മാറ്റും. അയാൾ അത്ര ശരിയല്ലെന്ന് പറയും. കാരണം അങ്ങോട്ട് പോയതെല്ലാം തെറ്റും. എപ്പോഴും നമ്മളല്ലാണ്. ഒരു 3 ജ്യോത്സ്യന്മാരെങ്കിലും നമ്മൾ കാണാതെ നമുക്ക് സമാധാനമാകത്തില്ല. അത് ഡോക്ടർമാരെ കാണുമ്പോഴും നമ്മളങ്ങനെ ചെയ്യും. കാരണം ഈ പ്രവചനമാണ് ഈ പ്രശ്നം ഉണ്ടാകും. ഇത്രയും സാധ്യതയുള്ള ഒരു പ്രപഞ്ചം. നമ്മൾ രണ്ടുപേരും വലിയ അകലമില്ല വയസ്സുകൊണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സെൽഫോൺ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നോ? അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഈ സെൽഫോൺ ഉപയോഗിച്ച് നടക്കുന്നത് ഒരു 20 വർഷം മുമ്പ്, 20 അല്ല 25 വർഷം മുമ്പ് ആരെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? നമ്മളെല്ലാം ഈ ലാൻഡ് ഫോണിൽ കളക്ട് കോളും ബുക്ക് ചെയ്തും ഒക്കെ എത്ര നാളിരുന്നിട്ടുണ്ട് ഒരു ഫോണിൻ്റെ ചവിട്ടിൽ. അങ്ങനെയല്ലേ നമ്മൾ വിളിച്ചിരുന്നത്? വാലില്ലാത്ത ഒരു ഫോണിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമായിരുന്നു? ആൾക്കാരന്നിങ്ങനെ പറയും, ഒരു വടി അതിൻ്റെ വാലുമായിട്ട് അവനവിടെ കുടുങ്ങി കിടക്കുക എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഇരുന്ന സ്ഥലത്താണ് എവിടെ ഇരുന്നും അത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. പാട്ട് ലോകത്തെ 10-15 ഇൻസ്ട്രുമെൻ്റ് ഒന്നിച്ചങ്ങ് പോയി. കമ്പ്യൂട്ടർ നാട് വിട്ടു. അതായിരുന്നു അവസാനം ഉണ്ടായിരുന്നു. റേഡിയോ സ്റ്റേഷൻ പോയി. ഈ ടെലിവിഷൻ, സിനിമ. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ബുക്ക്, നോട്ട് ബുക്ക്, ഇത് മുഴുവനും കൂടെ നണ്ടി ഈ പൂക്കണ്ടിയായിട്ടിരിക്കുന്നു. ഇതുണ്ടാകുമെന്ന് നമുക്ക്, അത് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി നിൽക്കുക. പണ്ടാണെങ്കിൽ മഷി ഇട്ട് നോക്കണമായിരുന്നു അമേരിക്ക പോയവനെ. എന്നിട്ട് ഇവിടെ നിന്ന് പ്രവചിച്ചാൽ അവിടെ പോയിട്ട് നോക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? വിശ്വസിക്കാനേ പറ്റത്തുള്ളായിരുന്നു.
അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സത്യമായി. പിന്നെ അമേരിക്കയിലുള്ള വേറെ വല്ലയിടത്ത് പോകാൻ പറ്റും? അവനവിടെ അമേരിക്കയിലുണ്ട്. ഇനി അവിടെ ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ട് മീനെ പിടിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും വയ്ക്കേണ്ടി വരും. കാരണം നമുക്ക് ഒരു രക്ഷയില്ല, റെഫറൻസ് പോയിന്റ് ഇല്ല. ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പേ നിങ്ങൾ ഗൂഗിൾ ചെയ്യും, എന്നിട്ട് 1947 എന്ന് പറഞ്ഞാൽ തെറ്റാ, 48 അതെന്ന് പറയും. ഇത് പറ്റുന്ന ഈ ഒരു സാധനം കണ്ടുപിടിക്കുമെന്നൊന്നും നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ വയ്യാത്ത അത്രയും. ഇന്നിപ്പം നമ്മൾ ഒരു 50 വർഷം മുമ്പ് ഒരു വർഷം കൊണ്ട് ചെയ്യുന്ന പണി നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യും. നിങ്ങൾ മനസ്സിലാകുന്നുണ്ട്, 2 കൊല്ലം നമ്മൾ കടയും വീടും അടച്ച് ഈ കൊറോണയിലിരുന്നിട്ട് പട്ടിണിക്കാരല്ലാതിരുന്നതില്ലേ ആലോചിക്കാൻ പറ്റത്തില്ല. കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അത്രയും കഴിവുള്ള സാധനമാണ് ഈ പുല്ല്. ഇതറിയണം. അപ്പോൾ അതുകൊണ്ട് ആകാശത്തൊന്ന് മീൻ എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് നീ അവിടെ പോയി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നിടം തൊട്ട് മീൻ എത്ര മീനെ കിട്ടിയെന്നുള്ള ഉടനെ തന്നെ പറഞ്ഞിട്ട് ഇവിടെ വില പറഞ്ഞ് വിറ്റ് കഴിയും. വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ടില്ല, അതിന് മുമ്പ് തന്നെ അത് വിറ്റ് അതിൻ്റെ ഇവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ മുഴുവൻ റെഡിയാക്കി. ഇപ്പോഴും നമുക്കൊരു കടപ്പുറത്ത് പോയിട്ടൊരു മീനെ മേടിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്കൊരു പണ്ടാണെങ്കിൽ ചാകരയൊക്കെ വന്നു കഴിഞ്ഞാൽ വാരിക എടുക്കാൻ പറ്റുമായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ തെങ്ങിൻ്റെ ചുവട്ടിലിടുമായിരുന്നു ഈ ചാളയൊക്കെ. കൊഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റും, നമുക്ക് ഇന്ന് കൊഞ്ച് തിന്നണമെന്നുണ്ടെങ്കിൽ എണ്ണിത്തരും 5 എണ്ണം. ഇങ്ങനെ അവരിങ്ങനെ എടുത്ത് അവസാനം മീശയിലെ 2 എണ്ണം ഇങ്ങനെ തരും. ഇത് ഇത്ര ഇട്ടുള്ളതെന്ന് പറയും. വീണ്ടും ഇങ്ങനെ തുടങ്ങും. അവസാനം 2 എണ്ണം ഇങ്ങനെ തരുന്ന കൊഞ്ചാണ് ഞാൻ ചാക്ക് കെട്ടിന് ഞാൻ തെങ്ങിൻ്റെ ചുവട്ടിലെ വളമായിട്ടിട്ടുണ്ട്. കാരണം അതിനു വേണ്ടി വരും ഈ സാധനം. ഇങ്ങനത്തെ ഒരു സാധനം ഇനിയും സാധ്യമല്ല. ഇനി നിങ്ങൾ ഈ പറയുന്ന ഡ്രോണൊക്കെ ഇല്ലേ, അതെന്തുവാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്തതാണ്. നമ്മൾ ചിന്തിക്കാനൊന്നൊക്കത്തില്ല ഡ്രോണിൻ്റെ കാര്യമൊക്കെ. നമുക്ക് കണ്ണി കാണാൻ കഴിയാത്തത്രയും ചെറിയ ഡ്രോൺ വരെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് സിസ്റ്റത്തിനകത്ത് ബോട്ട്സ് എന്നതിന് പറയും. അത് ദേഹത്തൂടെ പോയി ഓരോ സെല്ലും നോക്കാൻ പറ്റുന്ന പാർട്ടികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു മാവേലിൽ ഇപ്പം മാങ്ങ പിടിക്കത്തില്ലേ, നിങ്ങളുടെ വീട്ടിനകത്ത് ഇരുന്നിട്ട് ആ മാവേൽ എത്ര മാങ്ങയുണ്ടെന്ന് എണ്ണാൻ ഇതിനോട് പറഞ്ഞാൽ അവിടെ പോയി അത് മുഴുവൻ എണ്ണിച്ച് വരും. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇത് നടന്ന് മുഴുവൻ മാങ്ങയും എണ്ണും. എന്നിട്ട് ഓരോ മാവേലും ഏതേലാണ് മറ്റേ എന്താണ് പുഴു കുത്തിയത് ഏതാണെന്ന് കണ്ടുപിടിക്കും. അതിനുള്ള മരുന്നും ഇഞ്ചക്ട് ചെയ്യും. ഒറ്റ മാങ്ങ പോലും കളയാതെ മുഴുവൻ മാങ്ങായും പരിപോഷിപ്പിച്ച് പരിപാലിച്ച് എടുക്കാൻ പറ്റുന്ന നിലവാരത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ, അതൊക്കെ ഇങ്ങോട്ട് വരുവാണ്, കടല് പോലെ വരാൻ പോവുക. ഞാൻ അതിന് മുമ്പേ ചത്തുപോകുന്നുള്ളൊരൊറ്റ പ്രശ്നം എനിക്കതങ്ങനെ ഓരോന്നിനെ പറ്റി ആലോചിക്കുമ്പോൾ അറിയാം. അതിനുവേണ്ടി ഇപ്പം അത് നമുക്കറിയാം. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, ഇടാ നേരത്തെ ജനിച്ചു പോയി എന്നുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ ഈ ജീവൻ നീട്ടുന്ന പണിയൊക്കെ കുറച്ചുകൂടെ പറ്റത്തുള്ളൂ. കാരണം ഈ മക്കളെ ഉണ്ടാക്കി ജീവിക്കുന്ന പണിയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല. നമ്മൾ തന്നെ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പണ്ട് തൊട്ട് ആൾക്കാർ ആലോചിക്കുന്നത്. നമ്മൾ പിള്ളേരെ ഉണ്ടാക്കാതിരുന്ന ഇയാൾ ജീവിക്കും എന്നുള്ള അർത്ഥമല്ല കേട്ടോ, അങ്ങനെയല്ല. മരിച്ച് മക്കളിലൂടെ ജീവിക്കുന്ന ജീവിത രീതിയാണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ചത്തുപോകും, രക്ഷയില്ല. അപ്പോൾ പിന്നെ നമ്മളല്ലാതായിക്കൊണ്ട് മാത്രമേ നമുക്ക് ജീവൻ മരിക്കാതിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് വരും കഴിഞ്ഞാൽ മനുഷ്യനല്ലാതായി. പിന്നെ ഒരു സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഈ അവയവങ്ങളെല്ലാം മെഷീനാക്കി മാറ്റാനൊക്കുന്നത്. അതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കൈയൊക്കെ നല്ല കൈയൊക്കെ നമ്മൾ പോയി മേടിക്കും. ഒരു 50 വർഷത്തിനകത്ത് ഏറ്റവും എഫിഷ്യൻ്റായ കൈ, ആ കൈയൊന്നും കൊള്ളത്തില്ല കേട്ടോ. ഇപ്പോൾ പുതിയ അതിനെ ഇറക്കിയിട്ടുണ്ട്. അത് ഇവിടെ ഇരുന്നാൽ അവൻ്റെ മൂക്കെ പിടിക്കാം എന്നൊക്കെ പറയുന്ന കൈയൊക്കെ ഉണ്ടാകും. കൈ തന്നെ ഉണ്ടാകും. അപ്പം നമ്മൾ ഈ ഒറിജിനൽ കൈയൊന്നും നമുക്ക് വേണ്ട, അത് മാറ്റാം എന്നുള്ള നിലവാരത്തിൽ മാറും മുട്ട് സാധനങ്ങൾ. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സാധനമുണ്ട്, നമ്മുടെ തലയാണ്. അത് മാറ്റിയാൽ പിന്നെ നമ്മളല്ലാതായി. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഹൃദയം മാറ്റി വയ്ക്കുന്ന പോലെ തല മാറ്റി വയ്ക്കാം, തല മാറ്റിയാൽ പിന്നെ വേറെ വല്ലവനും ആയിപ്പോവും. ഇതാണ് പ്രശ്നം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില കീറാമുട്ടി നമ്മുടെ മുന്നിലുണ്ട്. അല്ലാത്തതൊക്കെ നമ്മൾ ഒത്തിരി സംഭവിക്കും. വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പം ഈ സെൽഫോൺ വരുന്നത് പോലെ ഈ ഡ്രോൺ എന്ന് പറയുന്നത്, അതും നാനോ ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മോളിക്യൂളിൻ്റെ ലെവലിലാണ് അതിൻ്റെ വർക്ക്. ആ മേഖലയെ വികസിപ്പിക്കുന്ന കാരണം കൊണ്ട് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്ത, ഇതുവരെ ഭൂമിയിൽ ഉണ്ടായിട്ടില്ലാത്ത
എന്തിനാ ഈ കാണുന്ന ദൂരത്തിലെങ്ങുമുള്ള ഒരു നക്ഷത്രത്തിൽ പോലും ഇല്ലാത്ത നിലവാരത്തിലുള്ള പുതിയ മെറ്റീരിയൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മെറ്റീരിയൽ സയൻസ് മാറുക. ഇപ്പം നാനോ ടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിങ്, ഇഷ്ടമുള്ള ഇപ്പോൾ കാസ്പർ നാനോ എന്താണ് പുതിയ ഒരു ആപ്ലിക്കേഷനുണ്ട്. അത് വെച്ച് ചെടികളൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ജീൻസൊക്കെ മാറ്റാൻ പറ്റും. ഒരു 10-15 വർഷത്തിനകത്ത് ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ ഇഷ്ടം പോലെ പുത്തൻ ചെടികളും സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കും. നമ്മളൊക്കെ അന്തം വിടും. അത് ജീവികളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പാടുണ്ട്. പിന്നെ സങ്കീർണത വർദ്ധിക്കുന്ന അനുസരിച്ച് മാറ്റുന്നത് പാടാം. പക്ഷേ കമ്പ്യൂട്ടറും ആ സാധനങ്ങളൊക്കെ വികസിക്കുന്നതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കാത്ത പുത്തൻ ജീവികളെയും സാധ്യതകളും, നമ്മൾ ഈ പട്ടിണി, അതുപോലെ തന്നെ നമ്മൾ കുറേ നാൾ മുമ്പ് ഞാനൊക്കെ ഇങ്ങനെ പറയും, മനുഷ്യരിങ്ങനെ ഇത്രയും നമ്പരായി കഴിഞ്ഞാൽ, ഞാൻ ഒരു കൊച്ചിനെയൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെ, അധികം ഉണ്ടാക്കരുതെന്നൊക്കെ ആയിരുന്നു ഞാനും ഒക്കെ വിചാരിച്ചിരുന്നത്. പിന്നെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും കൂടെ ഈ സൗത്ത് ഇന്ത്യയിൽ താമസിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. എല്ലാവരുടെയും കാര്യം നടത്താൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ മനുഷ്യരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് വേറെ കാര്യം, അത് കാര്യം പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് പറയാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന മാറ്റം അസാധാരണമായ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മെറ്റീരിയൽ സയൻസ് എന്ന് പറഞ്ഞാൽ നാനോ ടെക്നോളജിയുടെ ലോകം, ജനറ്റിക് എഞ്ചിനീയറിങ്, ഈ ആപ്ലിക്കേഷൻ്റെ സ്ഥലത്ത് ഡ്രോൺ പോലത്തെ സാധനങ്ങൾ, റോബോട്ടിക്സ്, ഇവർ വന്ന് ബുദ്ധിയുള്ള റോബോട്ട്സും കൂടെ രൂപപ്പെട്ട് കഴിയുമ്പോൾ, ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ലോകമല്ല, അതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ജോലി, നമുക്ക് വരുമാനത്തിന് എല്ലാവർക്കും ജോലി വേണമെന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നതൊന്നും രക്ഷയില്ല. ഒരാൾ പോലും ജോലി എടുക്കേണ്ടി വരത്തില്ല. പക്ഷെ നമുക്ക് ഈ ഇതുകൊണ്ട് കിട്ടുന്ന ഉൽപ്പന്നം, ഇതുകൊണ്ടുണ്ടാകുന്ന ലെഷർ, അതൊക്കെ ഈ ആൾക്കാർ തരുമോ എന്ന് എനിക്കറിഞ്ഞു. അതൊരു പ്രശ്നമാണ്. അതൊഴിച്ച് 1000 കോടി ജനം ഉണ്ടായാലും 2000 കോടി ജനം ഉണ്ടായാലും എല്ലാവർക്കും പണക്കാരുടെ മക്കളെ പോലെ ആകാൻ പറ്റും. അതാണ് ലോകം, വരുന്ന ലോകം. പക്ഷെ എല്ലാവരും അങ്ങനെ ആകുമോ എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ. അതുകൊണ്ട് ധനമുള്ളവരെല്ലാവരും കൂടെ അവരൊറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനിക്കുന്ന യുക്തികളിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വേലിയിട്ട് ഗൂർക്കായി ഇരുത്തിയ വീടുകളില്ലേ, അതുപോലെ ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. സംഘമായിട്ട് മനുഷ്യർ വേറെ ആരും അവിടേക്ക് കടന്നു വരാതെ എല്ലാ സൗകര്യങ്ങളോടെ നിൽക്കുന്ന വീടുകൾ ഉണ്ടാകുന്നത് പോലെ തന്നെ, കോളനികൾ ഉണ്ടാകുന്നത് പോലെ നഗരങ്ങൾ ഉണ്ടാകുന്നിടത്തേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിലും ദുബായിലും ഒക്കെ ഇനി ഉണ്ടാകുന്ന നഗരം എന്ന് പറയുന്നത് 1,00,000 പേർക്കോ 10 ലക്ഷം പേർക്കോ 1 കോടി പേർക്കോ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നഗരത്തിലേക്ക് വേറെ ആർക്കും ചെല്ലാനൊക്കത്തില്ല. നമുക്ക് ബോംബെ പോയി ജോലി ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ബാഗുമായിട്ട് ഇറങ്ങുന്നത് പോലെ ആ നഗരങ്ങളിലേക്ക് പ്രവേശനം ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് നീങ്ങുന്നതെങ്കിൽ 2 ഇനം മനുഷ്യരുണ്ടാകാൻ സാധ്യത. വലിയ സൗകര്യങ്ങളോടെ താമസിക്കുന്ന മനുഷ്യരും ഇപ്പം നമ്മളെപ്പോലെ കഷ്ടിച്ച് ജീവിക്കുന്നവരും തമ്മിൽ അങ്ങ് തിരിയും. ഒരു സാധ്യതയാണ്. അങ്ങനെ അല്ലെങ്കിൽ അവരും കൂടെ നമ്മുടെ കൂടെ കൂടി നമ്മളെയും കൂടെ സംരക്ഷിച്ചാൽ എല്ലാവർക്കും വലിയ നഗരങ്ങളിലേക്ക് നമ്മൾ ആരും പണിയെടുക്കേണ്ടി വരത്തില്ല. ഈ പണി, ജോലി എന്നൊക്കെ പറയുന്നതൊക്കെ അടിമകളായപ്പോൾ തുടങ്ങിയതാണ്. 10,000 വർഷത്തിനകത്തുള്ള ഒരു കാര്യമാണ് ഈ ജോലി ചെയ്ത് ജീവിക്കുക എന്ന്. മറ്റേത് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്ന ജീവികളാരും ജോലി ചെയ്യുന്നവരല്ല. കുരങ്ങനെ മരത്തെ കയറുന്നത് അതിൻ്റെ പണിയല്ല, ജോലിയല്ല. അത് ജീവിക്കാൻ ചെയ്യുന്ന, ജീവസന്ധാരണത്തിന് ചെയ്യുന്ന, അതിനെയാണ് അധ്വാനം. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നത്. പണക്കാരുടെ മക്കൾ എന്തെങ്കിലും ചെയ്തിട്ടല്ലല്ലോ പണമുള്ളവരായിട്ടിരിക്കുന്നത്. ഇതേപോലെയാണ് ഇപ്പം നമ്മൾ വല്ലതും നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഈ റോഡ് ഉപയോഗിക്കുമ്പോൾ ആ റോഡ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന കാശൊക്കെ കൊടുത്തിട്ട് അതിലൂടെ നടക്കണമെന്ന് വിചാരിച്ചാൽ രക്ഷയില്ലാതെ പോകും. അപ്പോൾ കളക്റ്റീവായിട്ട് നമ്മളുണ്ടാക്കുന്ന സ്വത്ത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന നിലവാരത്തിൽ മാറാൻ നമുക്ക് കഴിയുവാണെങ്കിൽ അടുത്ത 50 വർഷത്തിനകത്ത് മുഴുവൻ മനുഷ്യരും ധനമുള്ളവരും പണക്കാരുമായവരുടെ ലോകത്ത് ജീവിക്കും. ഇതൊരു സാധ്യതയാണ്. പക്ഷെ മനുഷ്യ സ്വഭാവം അപ്പുറത്തിരിക്കുന്നതിനെ രണ്ടാതാക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. നമ്മുടെ വീട്ടിലുള്ളവരെ കാണിക്കാൻ നല്ല ഉടുപ്പിട്ട് കല്യാണത്തിന് പോകുന്നവരല്ലേ നമ്മൾ.
ചേട്ടനെ അനിയത്തെ എല്ലാം തോപ്പിക്കാൻ വേണ്ടി വീട് വയ്ക്കുന്നവരല്ലേ നമ്മൾ. നമ്മൾ മേടിക്കുന്ന കാറ് മറ്റവരെ കൊണ്ട് മേടിപ്പിക്കാതിരിക്കാനും ഒക്കെ ചെയ്യുന്നവരല്ലേ. ഇങ്ങനെ ഒരു വശം നമുക്കുണ്ട്. ഇതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നവരെ രണ്ടാമതാക്കി വിജയിക്കുന്ന ഒരു ജീവിയും കൂടെ ആയത് കാരണം കൊണ്ട് രണ്ട് തരത്തിലുള്ള ജീവികളായി പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഇത് രണ്ട് സാധ്യതയാണ് ഞാനീ പറയുന്നത്. ഇനി വാശി മൂത്ത് വിവരമില്ലാത്തവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റം ബോംബ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇടത്തില്ല, ഇട്ടാൽ യൂസ്ലെസ് ആയതുകൊണ്ട് ഇടത്തില്ല. ഇട്ടെടുത്ത് നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് ഇടാത്തത്. പക്ഷേ ഭ്രാന്ത് വന്ന ഒരുത്തൻ അതും ചെയ്തെന്ന് വരാം. അങ്ങനെ ചെയ്തു പോയ സ്വാഹ എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനും നമുക്കുണ്ട്. ഒറ്റ ഒരെണ്ണവും ജീവനോട് ഇരിക്കാനുള്ള സാധ്യത. ഇനി അങ്ങനെയല്ലാതെ ഇത് ഈ മൂന്നാമത്തെ ഓപ്ഷന് ശേഷമുള്ള ഒരു സാധനമുണ്ട്. ഭയങ്കര ക്ലൈമറ്റ് വ്യതിയാനമൊക്കെ വന്ന് ഭയങ്കര കാറ്റും മഴയും ഭയങ്കര തരത്തിലെ സാധനങ്ങളും വന്ന് നമ്മളെല്ലാം വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നതോ കൊടുങ്കാറ്റിപ്പെട്ട് ചാകുന്നതോ ഐസ് വീണ് ചാകുന്നതോ ഒക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും വികസിച്ച നമ്മളെപ്പോലുള്ള എല്ലാം ചത്തു. കാട്ടിൽ കഷ്ടിച്ച് ജീവിക്കുന്നവർ പിന്നെ പതുക്കെ 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 അവർ നമ്മളെപ്പോലെ. അപ്പം നമ്മളിവിടെയൊക്കെ ഈ കെട്ടിടമൊക്കെ ഇതെന്തിനാണ് ഇവന്മാരുണ്ടാക്കിയത്? നമ്മൾ ഈ ഈജിപ്തിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇവന്മാർ ഇതെന്തിനുണ്ടാക്കിയെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നൊരു നിപ്പില്ലേ, ആ നിപ്പുമായിട്ട് അവർ വരുന്നുണ്ട്. ഇങ്ങനൊരു നാലാമത്തെ സാധ്യതയും. അത്രയൊക്കെ പോരെ.